നമസ്കാരം. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടവും കഴിഞ്ഞു. അതായത് 428 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി 115 സീറ്റുകളാണ് ബാക്കിയുള്ളത്. 2024 ഇന്ത്യ ഭരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാകുമെന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും 3ാം തവണയും നരേന്ദ്രമോദി തന്നെ എത്തുമെന്ന് ചില മേഖലകളിൽ ഉറച്ചു പറയുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നേ 400 കടക്കാനൊരുങ്ങിയ എൻഡിഎക്ക് 15% സീറ്റ് കുറയുമെന്നായിരുന്നു അന്നുണ്ടായിരുന്ന പ്രവചനം. അത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടിയും പ്രാദേശിക വികാരങ്ങളുമാണെന്നായിരുന്നു വെപ്പ്. അതെന്തെങ്കിലും ആവട്ടെ. നിലവിലെ വ്യത്യസ്തങ്ങളായ 100 കണക്കിന് അഭിപ്രായങ്ങളാണ് സർവേ എന്ന് പറയുന്നില്ലെങ്കിലും സർവേ രൂപത്തിൽ പുറത്തു വരുന്നത്. എല്ലാം ഇന്ത്യ മുന്നണിയുടെ വരവ് പ്രതീക്ഷിച്ചിട്ടുള്ളതുമാണ്. കോൺഗ്രസുകാരാകട്ടെ ജൂൺ 4 പൊട്ടിക്കാൻ പടക്കം വരെ വാങ്ങിയുള്ള കാത്തിരിപ്പും. പതിവിന് വിപരീതമായി മോദിയുടെ ഭയം കലർന്ന ശരീരഭാഷയും രാഹുലിന്റെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതായി വന്ന സാഹചര്യങ്ങളുമെല്ലാം കണക്കാക്കുമ്പോൾ മോദിയും BJPയും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായുള്ള അഭിപ്രായ സർവേ ക്രോഡീകരിച്ച് നമുക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിന്റെ ക്ലൈമാക്സ് കൂടി ഞാനിപ്പോൾ പറയാം. എന്നിട്ട് നമുക്ക് ഈ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോവാം. അതായത് ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇന്ത്യയിൽ ഇന്ന് വരെ പ്രവചിക്കപ്പെട്ട ഒരു അഭിപ്രായ സർവേയും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം മനസ്സിലായോ? അതായത് ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇന്ത്യയിൽ ഇന്ന് വരെ പ്രവചിക്കപ്പെട്ട ഒരു അഭിപ്രായ സർവേയും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ചോദ്യം എന്ന് പറയാൻ വയ്യ, ഒരു സംശയമാണോ? നിങ്ങൾക്കും ചിലപ്പോൾ ഈ സംശയം ഉണ്ടായിട്ടുണ്ടാവാം. മോദിയെ വാഴ്ത്തിയിരുന്ന മീഡിയകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് സമയം അനുവദിച്ചതും ഇന്ത്യ മുന്നണിയെ കുറിച്ച് ഈ മീഡിയകൾ വാതോരാതെ സംസാരിക്കുമ്പോഴും ഈ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. സർവേ നടത്തിയ മാധ്യമങ്ങളുടെ കൈവശമുള്ള ഡാറ്റ ഉദ്ധരിച്ചാണ് ഇവർ ഇന്ത്യ മുന്നണിയുടെ വിജയം കാണുന്നതും അതുവഴി ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുന്നു എന്നുമാണ് പലരും പറയുന്നത്. കാരണം സർവേ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഡാറ്റ ആ മാധ്യമങ്ങളുടെ കൈവശമുണ്ടല്ലോ. ആവട്ടെ, സംശയത്തിലേക്ക് വരാം. 2014 രാജ്യത്ത് മോദി അധികാരത്തിലെത്തിയപ്പോൾ നാം കേട്ട ആദ്യ വഴി EVM തട്ടിപ്പായിരുന്നു. 2014 ഈ EVM തട്ടിപ്പിനെ കുറിച്ച് സിനിമ വരെ വന്നു. 2019 ഇത് ആവർത്തിച്ചു. ഏത്? EVM തട്ടിപ്പേ. മോദിയുടെ ജയത്തിന് പുറകിൽ EVM മാത്രമാണെന്നും രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്നുമായിരുന്നു ആക്ഷേപം. ഞാനൊരു സംശയം പറഞ്ഞാണേ. അങ്ങനെയെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ് ഇല്ലേ? ഹാക്ക് ചെയ്ത EVMിലൂടെ മോദിക്ക് എന്ത് വീണ്ടും അധികാരത്തിലെത്താനാകില്ലേ? അല്ല, 2024 EVM ഹാക്ക് ചെയ്യാനാകില്ലേ? സംശയമാണേ. രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ, അതായത് നിഷ്പക്ഷത്തിന് ഉദാഹരണമായി നാം കണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മോദി പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുന്ന പാവയായി മാറിയെന്നും മോദിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റിനെ പോലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നതെന്നും ഈ 2024 തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് രാജ്യത്തിന്റെ പരമാധികാരം മോദിയിലാണെന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുള്. അങ്ങനെയുള്ള മോദിക്ക് എന്ത് EVM എന്നല്ലേ പറഞ്ഞിരുന്നത്? പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും എന്ന് മാധ്യമങ്ങളും അനലിസ്റ്റുകളും പറയുന്നിടത്ത് EVM ഉൾപ്പെടെയുള്ള തട്ടിപ്പിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. അല്ല, അങ്ങനെ ഒന്നും ഇല്ലേ? സംശയമാണേ. സർവേ എന്ന പേരിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന, അതായത് അഭിപ്രായ രൂപീകരണം, അഭിപ്രായങ്ങൾ എന്ന രീതിയിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകളിൽ BJP മൗനം പാലിക്കുന്നത് എന്തേ? ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണെങ്കിൽ അതിനെ തടയാത്തത് എന്തേ? സംശയമാണേ. ഇനി കണക്കിലേക്ക് വരാം. ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും 100 സീറ്റുകൾ അധികം നേടുക എന്നതാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതുകൂടിയുണ്ട്. NDA ആകട്ടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി 50 സീറ്റെങ്കിൽ കൂടുതൽ നേടാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. സീറ്റ് നിലനിർത്തുക എന്ന് പറയുമ്പോൾ 50% കൂടുതൽ വോട്ട് നേടിയ മണ്ഡലങ്ങളുണ്ട് BJPക്ക്. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ NDAക്ക് കുറഞ്ഞത് 20 സീറ്റെങ്കിലും നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹി, രാജസ്ഥാൻ, ഇപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കണക്കാക്കുന്നത്. ഒപ്പം ഹിന്ദി ഹൃദയഭൂമിയിലുള്ള മുന്നേറ്റവും. എന്നാൽ UPയും ഗുജറാത്തുമൊക്കെ എത്രമാത്രം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുമെന്ന് ജൂൺ 4 കഴിയാതെ പറയാനാകില്ല. ഒരു പരിധിവരെ ഗുജറാത്തിനും UPയിലുമെന്നും ഇന്ത്യ മുന്നണി ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്നാണ് പ്രാദേശികമായി വരുന്ന കണക്കുകൾ വിലയിരുത്തുന്നത്. സർവേ എന്ന് പറയാൻ പാടില്ല, പകരം വിലയിരുത്തൽ കണക്കാക്കുമ്പോൾ ആകത്തുക എങ്ങനെയാണ്? ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് NDAക്കും ഇന്ത്യ മുന്നണിക്കും കേവല ഭൂരിപക്ഷത്തിനുള്ള അംഗങ്ങളില്ല. 60ഓളം പേർ മറ്റുള്ളവരാണ്. ഈ 60ൽ 30 പേരെങ്കിലും കൂടെ കൂട്ടിയാലേ ഭരിക്കാനാവൂ. ഈ കണക്കില് ഇന്ത്യയുടെ സ്വപ്നം മമതയിലാണ്. കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടരികിൽ നിന്ന് ഭരണത്തിലെത്താൻ BJPക്കുള്ള അത്ര ത്രാണി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമോ? ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണേ. ഒരുപക്ഷെ ജൂൺ 4 കഴിഞ്ഞാൽ നാം കേൾക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: കഷ്ടിച്ച് രക്ഷപ്പെട്ടു. EVM, വർഗീയത, ചേരിതിരിവ്, വംശീയത ഇതൊന്നും ചർച്ചയാകാൻ വഴിയില്ല. ആ കഷ്ടിച്ച് രക്ഷപ്പെട്ടെത്തുന്നത് രാഹുൽ ആകുമോ? അല്ല മോദി തന്നെ എത്തുമോ?
അല്ല, ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ കൂടുമാറ്റം നാം കാണേണ്ടി വരുമോ? സംശയമാണേ.